അതുപോലെ നമ്മുടെ കാലാവസ്ഥാ വിദഗ്ധ അശ്വതി വിശ്വനാഥൻ ഇവിടെ റെഡിയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കൊച്ചിയിലൊക്കെ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര മഴ, പിന്നെ അതൊക്കെ മുടങ്ങിപ്പോയ ദിവസമായിരുന്നു. ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ സേതു പറഞ്ഞ പോലെ കുറച്ച് ദിവസം അടുപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് രേഖപ്പെടുത്തുമ്പോഴും മഴ ലഭിക്കുന്നത് നമുക്ക് ചെറിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ വീണ്ടും ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചൂട് ഉയരുമെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ പതിവ് പോലെ ഇന്ന് മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും തന്നിരിക്കുന്നത്. അതായത് 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം എന്നിവിടങ്ങളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവെ മഴയുള്ളൊരു അന്തരീക്ഷമാണെന്ന് സംസ്ഥാനത്ത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മഴയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നമുക്ക് നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും കന്യാകുമാരി തീരത്തും ഇന്ന് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. ഈ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. അടുത്തതായി ഉയർന്ന താപനില മുന്നറിയിപ്പാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് ഉയർന്ന ചൂടാണ് പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനപ്പെട്ട താപനില മുന്നറിയിപ്പ് എന്ന് നമുക്ക് നോക്കാം. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന ചൂടുള്ളത് നമുക്കിന്ന് പരിശോധിക്കാം. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇരു ജില്ലകളിലും. ശേഷം കണ്ണൂർ, തിരുവനന്തപുരം, കോട്ടയം ഈ 3 ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിൽ 33 ഡിഗ്രി സെൽഷ്യസുമാണ് ഉയർന്ന താപനില. അപ്പോൾ ഈ ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഒക്കെ ധരിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ട് ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളമായി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടികൾക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ നമ്മൾ മുതിർന്നവർ ഈ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരെ സുരക്ഷിതരാക്കുക, മുൻകരുതലുകളൊക്കെ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് സേതു ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്കൈ വാച്ചുമായി നാളെ കാണാം. ഓക്കെ, ശരി.